Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. In the last lesson, we have learned that definite articles are pointed with patha and letter he, and when it is added to a word, the first letter of the word will be doubled with dagesh forte. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ലെസണിൽ ഹേ എന്ന അക്ഷരത്തോടൊപ്പം പതഹ് എന്ന വോവൽ പോയിന്റും ചേർന്ന് ഹ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് കണ്ടതു. അത് ഒരു വാക്കിനോട് ചേർക്കുമ്പോൾ വാക്കിന്റെ ആദ്യ അക്ഷരം ഡാഗേഷ് ഫോർട്ട് ഉപയോഗിച്ച് ഇരട്ടിയാക്കും. How definite articles will appear with letters aleph, he, haith, ayin, and letter resh. These letters cannot take dagesh forte. That's what we needs to be learned now. ആലിഫ്, ഹേ, ഹെത്ത്, ഐൻ, ലെറ്റർ റേഷ് എന്നീ അക്ഷരങ്ങൾക്കൊപ്പം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എങ്ങനെ ദൃശ്യമാകുമെന്ന് അറിയാമോ? ഈ അക്ഷരങ്ങൾക്ക് ഡാഗേഷ് ഫോർട്ടെ എടുക്കാൻ കഴിയില്ല. അതാണ് ഇനി പഠിക്കേണ്ടത്. Now we look at how the definite article appears in a word that begins with the three letters aleph, ayin, and resh. എന്നാൽ ഇപ്പോൾ നമുക്ക് ആലേഫ്, ഐൻ, റേഷ് എന്നീ മൂന്ന് അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന ഒരു വാക്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എങ്ങനെ ദൃശ്യമാകും എന്ന് നോക്കാം. When the definite article is added to these letters, the pointing patha of the article will be lengthened to a comeths. This is called compensative lengthening. ഈ അക്ഷരങ്ങൾക്കൊപ്പം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ പോയിന്റിംഗ് പതഹ് എന്നതിൽ നിന്ന് ഖാമേറ്റ്സായി മാറും. ഇതിനെ കോമ്പൻസേറ്റീവ് ലെങ്തനിംഗ് എന്ന് വിളിക്കുന്നു. Let's look the words. Ear, higher. A city or the city. First one is ear without an article. It will be read as city or a city. When the definite article is added to it, it becomes heir or the city in English. Ear, higher. City a city അല്ലെങ്കിൽ the city. ആദ്യത്തേത് ആർട്ടിക്കിൾ ഇല്ലാതെ ഈർ ആണ്. അത് സിറ്റി അല്ലെങ്കിൽ എ സിറ്റി എന്ന് വായിക്കാം. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹയർ അഥവാ അത് ഇംഗ്ലീഷിലെ ദി സിറ്റി എന്ന പോലെ ആകും. Let's look the next words. ആബ്, ഹാബ്. Father. A father or the father. First one is ab without an article. It will be read as father or a father. When the definite article is added to it, it becomes hab or the father in English. ആബ്, ഹാബ്. Father. എ ഫാദർ അല്ലെങ്കിൽ ദി ഫാദർ. ആദ്യത്തേത് ആർട്ടിക്കിൾ ഇല്ലാതെ ആബ് ആണ്. അത് ഫാദർ അല്ലെങ്കിൽ എ ഫാദർ എന്ന് വായിക്കാം. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹാബ് അഥവാ അത് ഇംഗ്ലീഷിലെ ദി ഫാദർ എന്ന പോലെ ആകും. Let's look another words. റോഷ്, ഹറോഷ്. റോഷ്, ഹാരോഷ്. Head, a head, the head. First one is rosh without an article. It will be read as head or a head. When the definite article is added to it, it becomes herosh, or the head in English. റോഷ്, ഹറോഷ്. റോഷ്, ഹാരോഷ്. ഹെഡ്, എ ഹെഡ് അല്ലെങ്കിൽ ദി ഹെഡ്. ആദ്യത്തേത് ആർട്ടിക്കിൾ ഇല്ലാതെ റോഷ് ആണ്. അത് ഹെഡ് അല്ലെങ്കിൽ എ ഹെഡ് എന്ന് വായിക്കാം. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ഹാരോഷ് അഥവാ അത് ഇംഗ്ലീഷിലെ ദി ഹെഡ് എന്ന പോലെ ആകും. Now we have learnt how the definite article appears in the three letters aleph, ayin, and resh. അലെഫ്, ഐൻ, റെഷ് എന്നീ മൂന്നക്ഷരങ്ങളിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എങ്ങനെ വരുന്നുവെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ക്ലാസ് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നു കരുതാം അല്ലേ? Chapter-wise clickable timestamps will be helpful for your studies. Thank you so much for watching our videos. If videos are helpful for you, please don't forget to subscribe to our channel. And your comments will be helpful for us to improve our contents. If you really like the videos of this channel, please share it with your friends as well. അധ്യായം തിരിച്ച് ക്ലിക്ക് ചെയ്യാവുന്ന ടൈം സ്റ്റാമ്പുകൾ പഠനത്തിന് സഹായകമാകും. വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കുക. ഈ ചാനലിന്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. Have a great time with you.